ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ശർക്കര ഉരുക്കിയതിന് ശേഷം കല്ലും മണ്ണൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ ഒരച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 2-3 പിടി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഹൈ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 ഏലക്ക ചതച്ചും കൂടി ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയിലേക്കുള്ള ഫില്ലിംഗ് ആണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരച്ച് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ റവ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി അതേ പാനിൽ തന്നെ ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. റവ ചേർത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ റവയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് കുഴച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ രണ്ടും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതും കൂട്ടി ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയൊന്ന് റൗണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു പരത്തി കൊടുത്തിട്ട് ഒരു കുഴിയാക്കി എടുക്കുക. എന്നിട്ട് ഇതിന് ഉള്ളിലേക്കാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു ബോളാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒന്നും കൂടെ പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അടയുടെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഓരോന്നും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അളവിൽ ഒരു 8-10 സ്നാക്ക് ഇതുപോലെയുള്ള 8-10 സ്നാക്കാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം. അതുപോലെ തന്നെ ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇത് അധികമായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ റവയൊക്കെ വെന്തതാണ്. അതുകൊണ്ട് തന്നെ 1-2 മിനിറ്റ് വെച്ചിട്ട് തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഇത് ആദ്യത്തേത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി സ്നാക്സാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. അപ്പോൾ അതാട്ടോ എല്ലാതും കൂടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഉള്ളിൽ നല്ല ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക്